മുമ്പ് പറഞ്ഞൊന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലല്ല, ഇത് മറ്റ് വിഷയങ്ങളെ പോലെയല്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഭാഗങ്ങളാണ്. കാരണം ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് മറ്റേത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുമ്പ് കഴിഞ്ഞതനുസരിച്ച് തുടങ്ങാം. നമ്മൾ ആദ്യം കെലിമത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു. അതിലെ ടേംസുകളൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് മുറബ്, മബിനി, അല്ല മാലി, മുദാരി, മുസ്ബത്ത് എന്താണ്, മംഫി എന്താണ്, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പം അതൊന്നും മറക്കാൻ പാടില്ല, അതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് ഇനിയും ഉണ്ടാവുക. പിന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ലമ്മിനെ പറ്റിയിട്ടാണ്. ലം എന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഫീലിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നൊരു സംഭവം. നമ്മൾ അതിന് മുമ്പ് മാലി വെച്ചായിരുന്നു തുടങ്ങിയിട്ടുണ്ടായത്. മാലിയിൽ എന്തെല്ലാം പറഞ്ഞോ? മാലി മാറൂഫ് മംഫി പറഞ്ഞു, മാലി മജ്ഹൂല്, മാലി മാറൂഫ് മുസ്ബത്ത് പറഞ്ഞു, പിന്നെ മാലി മാറൂഫ് മംഫി പറഞ്ഞു, പിന്നെ മാലി മജ്ഹൂലിലേക്ക് കടന്നു. ഓക്കെ, അപ്പോൾ തുടക്കം നമ്മൾ പാസ്റ്റ് ആയിരുന്നു പറഞ്ഞത്. പാസ്റ്റ് ആണ് എന്ത്, മാലി എന്നുള്ളത്. അപ്പം അതിൻ്റെ തന്നെ രണ്ടെണ്ണമായിട്ട് പറഞ്ഞു. ഫസ്റ്റ് മാറൂഫ് പറഞ്ഞു, പിന്നെ മാറൂഫിലെ തന്നെ ഫസ്റ്റ് മുസ്ബത്ത് പറഞ്ഞു, പിന്നെ മംഫി പറഞ്ഞു അല്ലേ. പിന്നെ മജ്ഹൂൽ ഉണ്ടായിരുന്നു, മജ്ഹൂലിലെ ഇതേപോലെ തന്നെ രണ്ടെണ്ണം പറഞ്ഞു. അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി സുഖമായിരിക്കും. നോട്ട് വളരെ അത്യാവശ്യമാണ് സർഫിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ ഫസ്റ്റ് എന്തായിരുന്നു, മുസ്ബത്ത് പറഞ്ഞു, പിന്നെയോ മംഫി പറഞ്ഞു. എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവല്ലോ അല്ലേ, മുസ്ബത്ത് മംഫി എന്നൊക്കെ പറഞ്ഞാല്. പിന്നെ നമ്മൾ മുസ്തഖ്ബിലേക്ക് കടന്നു. മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓർ പ്രസന്റ്. അതിൽ ഇതേപോലെ തന്നെ ഈ സെയിം സംഭവം അവിടെ ഉണ്ടാവും. മാറൂഫ് ഉണ്ട്, മംഫി ഉണ്ട്, അതിലും ഇത് ഈ രണ്ടെണ്ണുണ്ട്, മുസ്ബത്ത് ഉണ്ട്, അല്ല മാറൂഫ് ഉണ്ട്, മജ്ഹൂൽ ഉണ്ട്, അതിൽ രണ്ടിലും മുസ്ബത്തും ഉണ്ട്, മംഫിയും ഉണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ 8 നമ്മൾ എന്തായി ഇതുവരെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ്? ഫഅല, മാ ഫഅല, പിന്നെ ഫുഇല, മാ ഫുഇല, യഫ്അലു, ലാ യഫ്അലു, യുഫ്അലു, ലാ യുഫ്അലു അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ അർത്ഥവും പറഞ്ഞു. അപ്പോ ഇതുവരെ പറഞ്ഞതനുസരിച്ച്, ഇതുവരെ പഠിച്ചതനുസരിച്ച് ഭൂതകാലത്തില് കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യം ചെയ്തു എന്നോ ചെയ്തില്ല എന്നോ, ഇനി ഒരാളുടെ മേലിൽ എന്തെങ്കിലും ചെയ്യപ്പെട്ടു എന്നോ ചെയ്യപ്പെട്ടില്ല എന്നോ എന്നൊക്കെ പല രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫാക്കുമ്പോൾ പഠിക്കും. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ കാലം, ഓക്കെ, ആ 4 കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി പ്രസന്റ്, ഭാവി കാലവും ഭൂതകാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യഫ്അലു, ലാ യഫ്അലു, യുഫ്അലു, ലാ യുഫ്അലു, ഈ 4 സർഫുകൾ നമ്മൾ പഠിച്ചു. ഈ 4ലും 1 14 വെച്ചിട്ട് 28, പിന്നെ അതിന്റെ കൂടുതലോ 54 എണ്ണം കൊണ്ട് എന്തായി നമ്മൾ ഇനി നടക്കാനുള്ള കാര്യങ്ങളും ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിൽ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പൊ ഫീല് ആ വാക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ജലസ ഇരിക്കുക എന്നുള്ളതിനാണ് ജലസ എന്ന് പറയാൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ആര് ഇരിക്കുന്നാണെങ്കിലും ഇനി അത് സബ്ജക്റ്റുകൾ മാറി വന്നു, ഞാൻ, അവൻ, അവൾ, അല്ലെങ്കിൽ അവർ കുറെ പേർ, അങ്ങനെ ആര് വന്നാലും പറയാന് നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും 3 കാലങ്ങൾ എന്തായി നമ്മൾ ഓൾറെഡി ഈ 8 രീതിയിലുള്ള ഫീലുകൾ, അതൊക്കെ ഫഅല മുതൽ പിന്നെ ഫഅല, മാ, അങ്ങനെയുള്ള 8 പഠിച്ചത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി
മാദിയായി, മുസ്തഖ്ബിലായി. അപ്പൊ നമ്മൾ ഫീലുകൾ 4 പറഞ്ഞിരുന്നത്. ഏതൊക്കെയാണ്? മാദി ഉണ്ട്, മുദാരി ഉണ്ട്, ഓർ മുസ്തഖ്ബിൽ ഉണ്ട്, പിന്നെ അമ്രുണ്ട്, നഹി ഉണ്ട്. അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് തുടക്കത്തില്? അപ്പൊ മാദിയും മുസ്തഖ്ബിലും മാദിയും മുദാരിയും കഴിഞ്ഞു. ഇനി അമ്രും നഹിയും ബാക്കിയുണ്ട്. ഇത് മൊത്തത്തിൽ നമ്മൾ സൂചിപ്പിച്ചാണ് എവിടെ എത്തി നമ്മൾ പഠനം എന്നുള്ളത്. ഓക്കെ, അമ്രും നഹിയും ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ മുമ്പ് പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താണ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത്, ഇപ്പൊ മാദി കഴിഞ്ഞു, മുസ്തഖ്ബിൽ ഓർ മുദാരി കഴിഞ്ഞു. ഓക്കെ, ഇനി അതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാണ്. ചില ഫീലുകളിൽ അറബിയിൽ എന്തുണ്ടാവും? ലം എന്നൊരു സാധനം വരും. ഈ ലമ്മ് എന്തിന്റെ കൂടെ വരിക? മുദാരി ആയ ഫീലിന്റെ കൂടെ വരിക. യഫ്അലു ഉണ്ടല്ലോ, യഫ്അലുവിന്റെ കൂടെയാണ് ലമ്മ് വരിക. പക്ഷെ ലമ്മ് വന്നു കഴിഞ്ഞാല് ഈ ഒരു ഫീലിനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഘടനകളുണ്ട്, 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് അതിന്റെ അർത്ഥമുണ്ട്, മറ്റൊന്ന് അതിന്റെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഘടനയുണ്ട്. അല്ലെ? യഫ്അലുവിന്റെ അർത്ഥം എന്താണ്? യഫ്അലുവിന്റെ അർത്ഥം അവനൊരു പുരുഷൻ ചെയ്യുന്നു എന്നാണ്. അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഈ കാണുന്ന യഫ്അലു എന്നുള്ള രൂപമാണ്. ഓക്കെ, അപ്പൊ ഈ ലമ്മ് വന്നു കഴിഞ്ഞാൽ ഈ അർത്ഥവും മാറും, ഇതിന്റെ സ്ട്രക്ചറും മാറും. ഈ 2 സാധനവും എന്ത് ചെയ്യും? ഇത് വന്നാൽ മാറും. ആ മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മാറ്റങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് ആ അർത്ഥത്തിലുള്ള മാറ്റം എന്താന്ന് വെച്ചാല്, ലം യഫ്അലു വന്നു കഴിഞ്ഞാല്, ഈ ലമ്മ് വന്നു കഴിഞ്ഞാല് ഈ ഫീലിന്റെ അർത്ഥം ലം യഫ്അൽ എന്നാണ്. ലം യഫ്അലുവിന്റെ കൂടെ ലമ്മ് വന്നു കഴിഞ്ഞാൽ ലം യഫ്അൽ എന്നാവുക. ഓക്കെ, ഈ ലം യഫ്അല് എന്ന് വരുമ്പോ അതിന്റെ അർത്ഥം മാ ഫഅലന്റെ അർത്ഥമാവും. മാ ഫഅലന്റെ അർത്ഥം എന്താ? പുരുഷൻ പ്രവർത്തിക്കുകയില്ല എന്നാ? പ്രവർത്തിക്കുകയില്ല എന്നാണോ? പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിലാണ് നടന്നത്? പുരുഷൻ പ്രവർത്തിച്ചില്ല എന്നാ വരിക. അത് മാദിയാണല്ലോ. ഓക്കെ, അത് മാദിയാണ്. ഇപ്പോ പ്രവർത്തിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം വരിക. ഓക്കെ, അപ്പോ മീനിങ്ങിൽ വരുന്ന അർത്ഥത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാല്, ലം യഫ്അൽ ലം വന്നു കഴിഞ്ഞാൽ ഈ മുളാരിയിലാണ് വരുന്നതെങ്കിലും മുസ്തഖ്ബിലാണ് വരുന്നതെങ്കിലും ആ ഫീലിന്റെ അർത്ഥം എന്തായിട്ട് മാറും? മാദിന്റെ അർത്ഥമായിട്ട് മാറും. ഓക്കെ, അപ്പം മീനിങ് എന്തായിട്ട് മാറും? മാദിന്റെ അർത്ഥത്തിലേക്ക് മാറും. അതാണ് അർത്ഥത്തിൽ വരുന്ന മാറ്റം. ഇനി ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ ലം യഫ്അൽ എന്ന് പറഞ്ഞാല് മാ ഫഅല എന്ന അർത്ഥമായിരിക്കും. ഇനി നമുക്ക് പറയാം, മൊത്തത്തിൽ അപ്പൊ അർത്ഥം മാറും. ഈ ലം യഫ്അൽ ലം യഫ്അല എന്ന് പറഞ്ഞിട്ട് ഫുള്ള് സൊറഫാക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ അർത്ഥം മാറിയിട്ട് മാ ഫഅലിന്റെ സെയിം അർത്ഥത്തിലേക്ക് വരും. അപ്പൊ ഇത് കാണുമ്പോ എന്താണ്? മുളാരിയായ ഫീലിന്റെ ഒരു അക്ഷരങ്ങളാണെങ്കിലും ലമ്മ് വന്നതോട് കൂടിയിട്ട് അതിന്റെ അർത്ഥം കഴിഞ്ഞ കാലത്ത് ചെയ്തില്ല, കഴിഞ്ഞ കാലത്ത് ചെയ്തു എന്നല്ല, കഴിഞ്ഞ കാലത്ത് ചെയ്തില്ല, മാളി മംഫീന്റെ അർത്ഥത്തിലേക്ക് വരും. ഓക്കെ, അപ്പൊ എന്തിനാണ് മാഫാൽ ഉണ്ടായിക്കൊണ്ട് എന്തിനാണ് പിന്നെ ലമ്മ് പറയുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമില്ല, അത് അറബികൾ അങ്ങനെ പറയുന്നത് കൊണ്ട് ഉണ്ടായതാണ്. ഓക്കെ, ഗ്രാമറിൽ പിന്നെ ചോദ്യമില്ല. അറബികൾ എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് പിന്നെ ഗ്രാമർ ആയി വരുന്നത്. ഇത് അറബി അല്ലാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അറബിയൊക്കെ തന്നെ പഠിച്ച കാര്യങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ആദ്യം ഭാഷ ഉണ്ടായിട്ടാണ് ഗ്രാമർ ഉണ്ടായത്. പിന്നെ ഈ ലമ്മ് വന്നാലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, വളരെ സൂക്ഷ്മ തലത്തിലൊക്കെ. നമ്മൾ ഡെപ്ത് ആയിട്ട് വേറെ സമയത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ മാ ഫഅല എന്ന
ആ ഫഅല എന്നതിന്റെ അർത്ഥമാണാവുക. അപ്പൊ അതാണ് അർത്ഥത്തിൽ വരുന്ന മാറ്റം. ഇനി സ്ട്രക്ചറിൽ ഇതിന് വരുന്ന മാറ്റം ജസ്മ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലം എന്ന് പറഞ്ഞാൽ ജാസിമാണെന്ന് പറയാം. ലം ജസ്മ് ചെയ്യുന്ന സാധനമാണ്. ജസ്മ് ചെയ്യാന്ന് വെച്ചാല് ഒരു ഫീലിന്റെ അവസാനത്തിൽ സുക്കൂന് ചെയ്യണതിനാണ് എന്താ പറയാ, ജസ്മ് എന്ന് പറയാം. അപ്പൊ എഫ് അലു എന്നുള്ള സാധനം കണ്ടോ, എഫ് അലു എന്നുള്ളത് എഫ് അൽ എന്നാക്കാനാണ് എന്ത്, ജസ്മ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ എഫ് അലു എന്നാണ്. ലമ്മു വന്നപ്പോ എന്തായി, ലമ്മു വന്നപ്പോ എഫ് അൽ എന്നായി. ഓക്കെ, ലമ്മു വന്നപ്പോ എഫ് അൽ എന്നായി. പിന്നെ നമ്മള് അപ്പൊ ലമ്മു വന്നു കഴിഞ്ഞാല് ജസ്മ് ചെയ്യും. ജസ്മ് ചെയ്യാന്ന് പറഞ്ഞാല് സുക്കൂൻ ചെയ്യാന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് അതിന്റെ അർത്ഥം. അപ്പോൾ എഫ് അലുവിന്റെ കൂടെ ലമ്മ് വരുമ്പോൾ രണ്ട് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഒന്ന് അതിന്റെ മീനിങ് മാറും, അർത്ഥം മാറും. അർത്ഥം മാദിന്റെ അർത്ഥമായിട്ട്, മാദി മംഫീന്റെ അർത്ഥമായിട്ട് മാറും. പിന്നെ ഘടനയിൽ മാറ്റം വരും. എന്താണ് കാണാവുന്ന പ്രത്യക്ഷത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ജസ്മ് ചെയ്യും. ആ ജസ്മ് ചെയ്യൽ തന്നെ ഈ 14 എണ്ണത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, ലം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകം ഇടുന്നില്ല. ലം വരുമ്പോ ഫസ്റ്റത്തതിന് ലം എഫ് അൽ എന്നാവും. ഈ എഫ് അല് പോയിട്ട് ലം എഫ് അൽ എന്നാവും. പിന്നെ രണ്ടാമത്തത് ലം എഫ് അല എന്നാവും. ഇവിടുത്തെ നൂനെ കളയും. മൂന്നാമത്തതില് ഇവിടുത്തെ നൂനെ കളയും. ലം എഫ് അൽ, ലം എഫ് അല, ലം എഫ് അലു, പിന്നെ ലം തഫ് അൽ എന്നാവും. പിന്നെ ലം തഫ് അല എന്നാവും. പിന്നെ ഇതിന് മാറ്റമൊന്നുമില്ല, ലം എഫ് അലിന്. പിന്നെ ലം തഫ് അലു എന്നുള്ളത് ലം തഫ് അൽ എന്നാവും. പിന്നെ ലം തഫ് അല എന്നാവും. പിന്നെ ലം തഫ് അലു എന്നാവും. പിന്നെ ഇതിലുള്ളത് ലം തഫ് അലി എന്നാവും. പിന്നെ ലം തഫ് അല എന്നാവും. ലം തഫ് അലിനൊക്കെ മാറ്റമൊന്നുമില്ല. ലം അഫ് അൽ എന്നാവുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് നൊമ്പ് കളഞ്ഞിട്ട് സുക്കൂൻ ചെയ്യും. ലം നഫ് അലു എന്നുള്ളത് ലം നഫ് അൽ എന്നാവും. ഓക്കെ, ഇതാണ് സിമ്പിൾ ആണ്. ഇതാണ് മൊത്തത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഇവിടെ ശ്രദ്ധിച്ചാല് പ്രധാനമായിട്ടും ഈ മാറ്റത്തിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിലുണ്ടല്ലോ എഫ് അലു, തഫ് അലു, തഫ് അലു, അഫ് അലു, നഫ് അലു, ഇങ്ങനെ അവസാനം ലൊമ്മുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, അതിനെ സുക്കൂൻ ചെയ്യും. ഓക്കെ, അവസാനം ലൊമ്മുള്ളതൊക്കെ മാറ്റിയിട്ട് സുക്കൂൻ ചെയ്യും. മനസ്സിലായല്ലോ, അതിന് ലൊമ്മുള്ളത് മാറ്റിയിട്ട് സുക്കൂൻ ചെയ്യും. പിന്നെ ഇനി അവസാനത്തെ നൂനുള്ള സംഭവങ്ങൾ, ഈ അവസാനത്തെ നൂനുള്ള ഇത് രണ്ടും ഒഴികെ ഇതെന്താണ്, ജമ്മു മുഅന്നസ് വായിബാണ്. ഇത് ജമ്മു മുഅന്നസ് ഹാദിറുമാണ്. കുറെ സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇത് വായിബായ കുറെ സ്ത്രീകൾക്ക് വേണ്ടി, ഹാദിറായ കുറെ സ്ത്രീകൾക്ക് വേണ്ടി. ഇവർക്ക് രണ്ടുപേർക്കും പറയുന്ന സംഭവത്തിൽ മാറ്റമൊന്നുമില്ല. ബാക്കി എല്ലാത്തിലും എന്തായിട്ടുണ്ട്, ഈ നൂന് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലം യഫ് അൽ, ലം യഫ് അല, ലം യഫ് അലു, ലം തഫ് അൽ, ലം തഫ് അല, ലം യഫ് അല്ല, ലം തഫ് അൽ, ലം തഫ് അല, ലം തഫ് അലു, ലം തഫ് അലി, ലം തഫ് അല, ലം തഫ് അൽന, ലം അഫ് അൽ, ലം നഫ് അൽ. ഇതാണ് ഇത് രണ്ടിലുണ്ടായ മാറ്റം. ഓക്കെ, മനസ്സിലായോ? എങ്ങനെയുണ്ട്, കത്തിയോ? കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടോ? അല്ല, നമ്മള് ഇത് ഞാൻ ആദ്യം എഴുതിയത് എഫ് അലു, എഫ് അലാനി, എഫ് അലൂനു, ഇത് നമ്മള് മുതാരി ഇല്ലേ, നമ്മളെ പഠിക്കുന്ന സെയിം സാധനം തന്നെയാണ്. അപ്പൊ ഈ 14 നമ്മൾ ഓൾറെഡി പഠിച്ച സാധനങ്ങളാണ്. മുതാരി ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ. ആ മുതാരിയായ ഫീലുകളിലേക്കാണ്, മുസ്തഖ്ബിലായ ഫീലിലേക്കാണ് ലമ്മ് വരുന്നത്. ഓക്കെ,
ലെമ്മ് വരുമ്പോഴുള്ള മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ലെമ്മ് വരുമ്പോ നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ആദ്യത്തെ രണ്ടെണ്ണം ഗായിബാണ്. പിന്നത്തെ രണ്ടെണ്ണം ഹാദിറാണ്. പിന്നെ ഉള്ളത് മുത്തക്കല്ലിമാണ്. ഓക്കെ. അപ്പൊ ഈ യഫ്അൽന എന്നുള്ളത് മുഅന്നസിന് പറഞ്ഞതാണ്. കുറെ സ്ത്രീകൾക്ക് പറയുന്നതാണ്. ജമ്മു മുഅന്നസ് ഗായിബാണിത്. ഗായിബായ കുറെ സ്ത്രീകൾക്ക് പറയുന്നതാണ്. ഈ രണ്ടാമത്തത് ഇത് നോക്കുമ്പോ തഫ്അലിനെ നോക്കുമ്പോ അത് ജംഉ മുഅന്നസ് ഹാദിറാണ്. ഹാദിറായ കുറെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇതിന്റെ ളമീർ എന്താണ്? പുന്നയാണ്. ഇതിന്റെ ളമീർ അൻതുന്നയാണ്. ഓക്കെ. അവിടെ എന്താവുന്നില്ല, അവിടെ മാറ്റം വരുന്നില്ല. ബാക്കി എല്ലാ സ്ഥലത്തും മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങൾ തന്നെ സിമ്പിൾ മാറ്റങ്ങളാണ്. ലൊമ്മുള്ളതാണെങ്കിൽ ഇപ്പൊ മാറ്റങ്ങള് എങ്ങനെ എഴുതാം നമുക്ക്? ഒരു മിനിറ്റ്. മാറ്റങ്ങളെ വായിച്ചോട്ടെ. മാറ്റങ്ങൾ രണ്ടായിട്ട് എഴുതാൻ പറ്റും. ഒന്ന് ലൊമ്മ് മാറിയിട്ട് എന്താവും? സുക്കൂനാവും. പിന്നെ നൂനുള്ളത് നൂന് ക്യാൻസൽ ആവും. ഓക്കെ. അപ്പൊ ഇതാണ് മാറ്റം. ലമ്മ് വരുമ്പോഴുള്ള മാറ്റങ്ങൾ, സ്ട്രക്ചറിലുള്ള മാറ്റങ്ങൾ ഇതാണ്. പിന്നെ അർത്ഥത്തിലുള്ള മാറ്റം എന്താണ്? അത് മാദിയാവുക എന്നുള്ളതാണ്. ഓക്കെ. മനസ്സിലായോ? നമ്മൾ ചുരുക്കി പറഞ്ഞാല് നമ്മൾ പറഞ്ഞത് മുദാരിയായ ഫീലുകളിൽ ലമ്മ് കടക്കും. മുദാരിയായ ഫീലില് ലമ്മ് കടക്കും. ഇപ്പൊ ലമ്മ് എന്ന് പറഞ്ഞാല് ലമ്മ് കടന്നാലുള്ള മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. ലമ്മ് കടന്നാല് രണ്ട് കാര്യങ്ങളിലാണ് മാറ്റം വരിക. ഫസ്റ്റ് എന്താണ് വരിക? അതിന്റെ അർത്ഥം മാറും. അർത്ഥം എന്തായിട്ട് മാറും? മാദിയായിട്ട് മാറും. അർത്ഥം മാദിയായിട്ട് മാറും. വെറും മാദിയല്ല, മാദി മംഫി ആയിട്ട് മാറും. മനസ്സിലായോ? കഴിഞ്ഞ കാലത്ത് ഒരു സംഭവം ചെയ്തില്ല, ഉണ്ടായില്ല എന്ന അർത്ഥത്തിലേക്ക് വരും. അതാണ് മാദിന്റെ അർത്ഥമാവും, മാദി മംഫിന്റെ അർത്ഥമാവും എന്ന് പറഞ്ഞത്. ഇനി ഘടനയിൽ വരുന്ന മാറ്റം ഉണ്ടോ? ഈ അവസാനം ലൊമ്മുള്ളതാണെങ്കിൽ അതിനൊക്കെ സുക്കൂൻ ചെയ്യും. അവസാനം നൂനുള്ളതൊക്കെ കളയും. എക്സെപ്റ്റ് ഈ രണ്ടെണ്ണം ഒഴികെ. ബാക്കി എല്ലാത്തിലും നൂനുള്ളതിനെ കളയും ചെയ്യും. ഏതാണ് ലമ്മ് വരുമ്പോഴുള്ള മാറ്റം. ഇനി നമ്മൾ സർഫാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ പഠിക്കും. ലം യഫ്അൽ എന്ന് പറഞ്ഞു നോക്കാം. ലം യഫ്അൽ, ലം യഫ്അല, ലം യഫ്അലു, ലം തഫ്അൽ, ലം തഫ്അല, ലം യഫ്അൽന, ലം തഫ്അൽ, ലം തഫ്അല, ലം തഫ്അലു, ലം തഫ്അലി, ലം തഫ്അല, ലം തഫ്അൽന, ലം അഫ്അൽ, ലം നഫ്അൽ. ഇതാണ് ലമ്മ് വരുമ്പോഴുള്ള മാറ്റങ്ങൾ. ഓക്കെ. അപ്പൊ ലം യഫ്അൽ എന്നതിന്റെ അർത്ഥം എന്താ വരിക? ലം യഫ്അൽ എന്നതിന്റെ അർത്ഥം എന്തായിരിക്കും? അവർ അത്ര ആരൊക്കെ? രണ്ടാണോ? അപ്പൊ ലം യഫ്അല, ഞാൻ ലം യഫ്അല ചോദിച്ചേ ഫസ്റ്റത്തത്. അവനൊരു പുരുഷൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വരും. ഇനി ഞാൻ പ്രവർത്തിച്ചില്ല എന്നെങ്ങനെ പറയും ലമ്മ് വെച്ചിട്ട്? ലം അഫ്അൽ എന്നാണ് വരിക. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണ്. മാഷാ അല്ലാഹ്. ശരി. ഇനി നമുക്ക് കിതാബിലേക്ക് കടക്കാം. ഇത് നിങ്ങൾ ഏതുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. എഴുതി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാവും.
ഓക്കെ. സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സ്ക്രീൻ ഷെയർ ആവുന്നില്ലല്ലോ. ഓക്കെ, ഒന്ന് പോയി. നിങ്ങളുടെ അടുത്ത് കിതാബുണ്ടോ? അതെ അതെ, അതാണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ. ഒരു മിനിറ്റ്. നമുക്ക് സ്പോക്കൺ അറബി കൂടി ഇൻഷാ അല്ലാഹ്. സ്പോക്കൺ അറബി അല്ല, കുറച്ച് അറബിയിലെ വേറൊരു ടെക്സ്റ്റും കൂടി കിട്ടി. അത് ഈ അറബി ഭാഷ പറഞ്ഞു പഠിക്കാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുന്ന, സഹായിക്കണ ഒരു ബുക്കാണ്. അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇത് സോർഫിന്റെ ഇന്ന് കുറച്ച് വിഷയം കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. അപ്പോ ഒക്കെ വായിച്ചതുപോലെ എന്താ അൽ ഫീലുൽ മുസ്തഖ്ബിലു കണ്ടോ, ലം യഫ്അൽ കണ്ടില്ല, ലം യഫ്അൽ, ലം യഫ്അല, ലം യഫ്അലു, ലം തഫ്അൽ, ലം തഫ്അല, ലം യഫ്അൽന, ലം തഫ്അൽ, ലം തഫ്അല, ലം തഫ്അലു, ലം തഫ്അലി, ലം തഫ്അല, ലം തഫ്അൽന, ലം അഫ്അൽ, ലം നഫ്അൽ. ഇതാണ് ഇത്. സർഫാക്കി പഠിക്കുകയാണ് വേണ്ടത്.
അപ്പൊ മാറ്റങ്ങൾ നമ്മൾ തിയററ്റിക്കലി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അർത്ഥത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്, ഇതിന്റെ പദത്തിന്റെ ഘടനയ്ക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന്. ഇതിന് സൊറഫാക്കി പഠിക്കുമ്പോൾ ഏത് ഫീൽ വന്നാലും നമുക്ക് ഇതിനർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോ സെമിയ ഒന്ന് നോക്കാം. സെമിയ സൊറഫാക്കുമ്പോൾ എങ്ങനെ വരാം? ലം യസ്മ, ലം യസ്മഅ, ലം യസ്മഉ, ലം തസ്മഅ, ലം തസ്മഅ, ലം യസ്മഅന, ലം തസ്മഅ, ലം തസ്മഅ, ലം തസ്മഉ, ലം തസ്മഇ, ലം തസ്മഅ, ലം തസ്മഅന, ലം അസ്മ, ലം നസ്മ. അതേപോലെ നമ്മൾ മറ്റു സൊറഫുകൾ മറ്റു ഫീലുകൾ സൊറഫാക്കിയതുപോലെ ഏത് ഫീൽ എടുത്താലും ഈ രീതിയിലും സൊറഫാക്കാൻ പറ്റണം. ലമ്മ വന്നിട്ട് സൊറഫാക്കാൻ പറ്റണം. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ലം യദ്രിബ് നോക്കാം. ഇപ്പൊ ലം യദ്രിബ്, ലം യദ്രിബ, ലം യദ്രിബു, ലം തദ്രിബ്, ലം തദ്രിബ, ലം യദ്രിബ്ന, ലം തദ്രിബ്, ലം തദ്രിബ, ലം തദ്രിബു, ലം തദ്രിബി, ലം തദ്രിബ, ലം തദ്രിബ്ന, ലം അദ്രിബ്, ലം നദ്രിബ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ബാക്കി ഇങ്ങനെ സൊറഫാക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവും. എന്തായാലും കുറെ ഇതിലുള്ള ആക്ടിവിറ്റീസിലുള്ള ഫീലുകൾ നമുക്ക് കുറച്ച് നോക്കാം. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് സൊറഫാക്കണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു. ലമ്മ് പ്രവേശിച്ചാൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും? മാറ്റം നമ്മൾ പറഞ്ഞു. മുസ്തഖ്ബിലായ ഫീൽഡിൽ ലമ്മ് പ്രവേശിച്ചാൽ അർത്ഥം മാറും, പിന്നെ മൊത്തത്തിൽ ജസ്മ് ചെയ്യും. ജസ്മ് ചെയ്യലാണ് സ്ട്രക്ചറിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ. ആ ജസ്മ് ചെയ്യൽ തന്നെ അവസാനം നൊമ്പുള്ളതിലാവുമ്പോൾ സുക്കൂന് ചെയ്യൽ കൊണ്ട് ജസ്മ ചെയ്യും, നൂനുള്ളതാവുമ്പോൾ നൂന് ഒഴിവാക്കിയിട്ട് ജസ്മ ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നോക്കാം. ലം യദ്റുസ് ഉണ്ട്. ഓക്കെ, ലം യദ്റുസ്. ഇനി ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ലം യദ്റുസ് പ്ലസ് അൻതും അതെന്താ വരിക? ലം യദ്റുസ് പ്ലസ് അൻതും എങ്ങനെ വരിക? ലം തദ്റുസൂ എന്നാ വരിക. സൊറഫാക്കി വെക്കാം. ലം യദ്റുസ്, ലം യദ്റുസ. അപ്പൊ അൻതുമിന്റെ അവിടെ നിർത്തണം. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഹുവ ഹുവ ഹുമാ ഹും, ഇയ ഹുമാ ഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അന നഹ്നു. ഓക്കെ, അപ്പൊ അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ എന്നുള്ളതാണ്. ലം യദ്റുസ് എന്ന് പറഞ്ഞാലോ അവനൊരു പുരുഷൻ പഠിച്ചില്ല എന്നാണ്. അപ്പൊ അവനൊരു പുരുഷൻ പഠിച്ചില്ല പ്ലസ് അതിലേക്ക് അൻതും കൂട്ടുമ്പോൾ നമുക്ക് സൊറഫാക്കി നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഫീൽ കിട്ടും. എങ്ങനെ സൊറഫാക്കി നോക്കുമ്പോൾ ലം യദ്റുസ്, ലം യദ്റുസ, ലം യദ്റുസു, ലം തദ്റുസ്, ലം തദ്റുസ, ലം യദ്റുസ്ന, ലം തദ്റുസ്, ലം തദ്റുസ, ലം തദ്റുസു. അപ്പൊ അൻതും എന്നതിന്റെ സ്ഥാനത്തെത്തി. ഓക്കെ, അപ്പൊ അവിടെ നിർത്താം. അവിടെ എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഫീലുകൾ ചേർത്ത് എഴുതാൻ പറ്റും. ഇനി ലം യൻസുർ ഉണ്ട്. അപ്പൊ ലം യദുറുസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി അർത്ഥം? ദറസ യദുറുസ് എന്ന് പറഞ്ഞാൽ പഠിക്കാന്നാ. ലം യദുറുസ് എന്ന് പറഞ്ഞാലോ പഠിച്ചില്ല എന്നായി അർത്ഥം. ലം യദുറുസ് എന്ന് പറഞ്ഞാല് പഠിച്ചില്ല എന്നായി അർത്ഥം വരിക. ഓക്കെ, ഇനി ലം യൻസുർ ആണെങ്കിലോ, ലം യൻസുർ ആണെങ്കിൽ സഹായിക്കുക എന്നാണ് നസറ യൻസുർ എന്ന് പറഞ്ഞാൽ. ലം യൻസുർ എന്ന് പറഞ്ഞാൽ സഹായിച്ചില്ല എന്നാ. ഇനി അതിന്റെ കൂടെ എന്താ കൂട്ടാൻ പറഞ്ഞത്? അൻതുന്നെയാണ് കൂട്ടാൻ പറഞ്ഞത്, പ്ലസ് അൻതുന്ന. അപ്പൊ ഇങ്ങനെ സൊറഫാക്കി വെക്കുക. ലം യൻസുർ, ലം യൻസുറ, ലം യൻസുറു, ലം തൻസുർ, ലം തൻസുറ, ലം യൻസുർന, ലം തൻസുർ, ലം തൻസുറ, ലം തൻസുറു, ലം തൻസുരി, ലം തൻസുറ, ലം തൻസുർന. അവിടെ സ്റ്റോപ്പ് ആക്കാം. ലം തൻസുർന എന്ന് കിട്ടിയ നമുക്ക്. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ഫീലുകൾ തന്നിട്ടുണ്ട്. ലം യസ്മ, സെമിയ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ലം യസ്മ എന്ന് പറഞ്ഞാൽ അപ്പൊ അവൻ കേട്ടില്ല എന്ന വരിക. പിന്നെ അത് ലൊമിയറിന്റെ കൂടെ കൂട്ടിയതാണ്. അപ്പൊ സൊറഫാക്കി നോക്കിയാൽ നമുക്ക് അതിനോട് യോജിച്ച് ഫീൽ കിട്ടും. ഓക്കെ, ഇനി യക്ര കറാറിനെ വായിക്കാന്ന്. ലം യക്ര എന്ന് പറയുമ്പോൾ അങ്ങനെ ഹും ആണ് കൂട്ടാനുള്ളത് അതിനോട് കൂടെ. ലം യഫ്തഹ്, ഫതഹ തുറക്കാന്ന്.
ലം യഫ്ത എന്ന് പറഞ്ഞാൽ തുറന്നില്ല. ലം യൻജഹ് എന്ന് പറഞ്ഞാലോ നജഹ പറഞ്ഞാൽ വിജയിക്കാന്ന്. ലം യൻജഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചില്ല. ലം യക്ബിൽ എന്ന് പറഞ്ഞാൽ പിടിച്ചില്ല. കബദ പറഞ്ഞാൽ പിടിക്കാന്ന്. ഇനി ലം യൽഅബ് എന്ന് പറഞ്ഞാല് ലഇബ യൽഅബ് എന്ന് പറഞ്ഞാൽ കളിക്കാന്ന്. കളിച്ചില്ല. ലം യക്തുബ് എന്ന് പറഞ്ഞാലോ എഴുതിയില്ല. ലം യത്രുക് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചില്ല. ലം യസ്കുൻ എന്ന് പറഞ്ഞാല് താമസിച്ചില്ല. ലം യൽഹഖ് എന്ന് പറഞ്ഞാല് ചിരിച്ചില്ല. ഓക്കെ, ഒക്കെ നെഗറ്റീവ് അർത്ഥാണ്. മാലി മാ ഫഅലന്റെ അർത്ഥമായിട്ട് വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ലം യസ്മയിനോട് ഈക്വൽ ആയ മാ ഫഅലന്റെ രൂപം എന്താണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ പറയും. ലം യസ്മ നമ്മൾ പറഞ്ഞു. ലം യസ്മ എന്ന് പറഞ്ഞാൽ ലം യഫ്അൽ എന്ന് പറഞ്ഞാല് മാ ഫഅല എന്നായിരിക്കും അർത്ഥം, അല്ലെ? ലം യഫ്അൽ എന്ന് പറഞ്ഞാൽ മാ ഫഅല എന്നായിരിക്കും അർത്ഥം. അപ്പൊ ലം യസ്മയിനോട് ഈക്വൽ ആയ സംഭവം എന്തായിരിക്കും? ലം യസ്മ. ഓക്കെ, മാ സമയ. അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ ഇനി നോക്കാം. ഇനി നോക്കാം. ലം യൻസുർ കണ്ടില്ല ഇവിടെ? ലം യൻസുർ പ്ലസ് അൻസുൻ എന്താ പറഞ്ഞത്? ലം തെൻസുർന എന്നാ വന്നത്. ലം തെൻസുർന, അല്ലെ? അതിനോട് ഈക്വൽ ആയ മാഫാലന്റെ മാ നസറിന്റെ ഫീൽ എങ്ങനെ ഉണ്ടാവുക? മാഷാ അല്ലാഹ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ പഠിക്കണ്ടല്ലേ? ഉഷാറാണ്. അറബി സർഫ് നല്ല ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വിഷയം കൂടിയാണ്. കാരണം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നേ ഖുർആൻ അർത്ഥം ചിന്തിച്ച് ഓതാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് റമദാനൊക്കെ ആവുമ്പോ എന്താണ്, ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമാണ്. പിന്നെ അത് ഭയങ്കര ആസ്വദിക്കാനാകുന്ന ഒരു കാര്യം കൂടിയാണ് അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ അതിനൊക്കെ അറബി എന്ത് ചെയ്യണം? നല്ലോണം മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമ്മള് ഈ സമയത്ത് ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഉദ്ദേശം നമുക്ക് വിശ്വാസപരമായിട്ട് ഈമാൻ കൂടാനും, പിന്നെ നമുക്ക് എന്താ പറയാ, ഒന്നുകൂടി ആഴത്തില് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ കർമ്മങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറുള്ളതാക്കാനൊക്കെ കഴിയാന്നുള്ളതാണല്ലോ. അപ്പൊ അതിനൊക്കെ അറബി പഠിക്കുകയും ഹദീസും ഖുർആനും ഒക്കെ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ, അത് അറബി തന്നെ മനസ്സിലാക്കുമ്പോൾ നല്ല രസമാണ്. ഇപ്പൊ ഈ പല അറബി നമ്മള് തറാവിക്ക് പോണ പള്ളികളിലൊക്കെ എന്തുണ്ടാവും, നല്ല ഓത്തൊക്കെ ഉണ്ടാവും. ഓത്ത് കേട്ട് ആസ്വദിക്കാന്ന് പറഞ്ഞാൽ പുണ്യമുള്ള കാര്യമാണ്. ഖുർആനിലേക്ക് നോക്കാന്ന് പറഞ്ഞാൽ പുണ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ പടച്ചോൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോ, അതിന്റെ അർത്ഥം കൂടി ഇങ്ങനെ മനസ്സിലാവുമ്പോ ഒന്നുകൂടി ഭയങ്കര രസമുള്ള കാര്യമായിരിക്കും. ഈ അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക എന്ന് പറഞ്ഞത് നന്നാവാനുള്ള, ഈമാൻ കൂടാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തദബ്ബുറുൽ ഖുർആൻ, തദബ്ബുറുൽ മാന, ഖിറാഅത്തുൽ ഖുർആനി മാ തദബ്ബുരിൽ മാനി. അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് വേണം? അറബി വേണം. അപ്പൊ അറബി ഭാഷയോട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു സ്നേഹം കൂടി ഉണ്ടാവണം. അറബി ഭാഷ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. പഠിക്കുന്നത് സ്നേഹത്തോടു കൂടി പഠിച്ചാൽ എന്ത് ചെയ്യും? കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങള് ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോ മെൻസൂറിന നിങ്ങൾ പറഞ്ഞല്ലോ, നസർ തന്നെയാണ് വരിക. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക വിഷയങ്ങൾ. ലം യൽഹഖ് പ്ലസ് അൻത ഉണ്ട്. ഇപ്പോൾ ലം യൽഹഖ്, ലം യൽഹഖ, ലം യൽഹഖു, ലം തൽഹഖ് എന്നാണ്. ലം തൽഹഖ്, ലം തൽഹഖ, ലം യൽഹഖന. ലം തൽഹഖ് എന്നാ ഉണ്ടാവുക, അല്ലെ? ലം തൽഹഖ് പ്ലസ് അൻത അല്ല, ലം യൽഹഖ് പ്ലസ് അൻത വരുമ്പോ ലം തൽഹഖ് എന്നാ ഉണ്ടാവുക. ലം തൽഹഖ് എന്നാണെങ്കിൽ അർത്ഥം എന്താ വരിക? നീ ഒരു പുരുഷൻ ചിരിച്ചില്ല എന്നാ വരിക. അപ്പൊ അത് മാ 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 വെച്ചിട്ട് എങ്ങനെ വരിക? മാ ഫഅലിന്റെ രൂപത്തില് എങ്ങനെയാണ് വരിക? ലം തൽഹഖ്. ലഹിക്ക എന്നാട്ടോ ഫീല് വരിക.
ലൊഹിക്ക ലൊഹിക്ക. ഇപ്പൊ എങ്ങനെ വരിക? മാ ലൊഹിക്കത്ത എന്നാണ് വരിക. ഓക്കെ ഓക്കെ മാഷാ അല്ലാ. ഓക്കെ ഇനി അതുപോലെ എന്തുണ്ട്? നമ്മളിപ്പോ ലം യഫ്അൽ ആണ് പറഞ്ഞത് അല്ലേ? ലം യഫ്അൽ പറഞ്ഞതുപോലെ അതിന്റെ മജ്ഹൂലും ഉണ്ട്. ഇപ്പൊ ലം യഫ്അൽ മാ ഫഅലിന്റെ അർത്ഥമാണെങ്കിൽ ലം യുഫ്അൽ എന്തിന്റെ അതിനോട് ഈക്വൽ ആയ അർത്ഥം എന്താ വരിക? ലം യഫ്അലിന്റെ ലം യഫ്അൽ എന്നുള്ളത് എന്തായിരുന്നു? മാറൂഫ് ആയിരുന്നു. ലം യഫ്അലിനോട് ചേർന്ന അർത്ഥം എന്താണ്? മാ ഫഅലയാണ്. ലം യുഫ്അൽ എന്ന് പറഞ്ഞാല് എന്താണ്? മജ്ഹൂലാണ്. അതിനോട് ചേർന്ന അർത്ഥം എന്താ വരിക നമ്മൾ പഠിച്ചതില്? മാഫൂയില. മാഫൂയിലിനോട് ഈക്വൽ ആയ അർത്ഥമാണ് എന്ത്? ലം യുഫ്അൽ എന്നത്. ഓക്കെ, അപ്പൊ ലം യുഫ്അൽ മാറൂഫ് ആയിരുന്നു, ലം യുഫ്അൽ മജ്ഹൂലാണ്. ക്ലിയർ? ഇപ്പൊ ലം യുഫ്അലും അതേപോലെ തന്നെ ഇതിൽ വരുന്ന മാറ്റങ്ങളും സെയിം മാറ്റങ്ങളാണ്. അപ്പം മറ്റേത് യഫ്അലുവിനോട് കൂടെ ലമ്മ ചേർന്നു, ഇവിടെ യുഫ്അലുവിനോട് കൂടെ ലമ്മ ചേരുന്നു എന്നുള്ള മാറ്റമേ ഉള്ളൂ. അപ്പോൾ മീനിങ്ങിൽ എന്താവും? മാദിന്റെ അർത്ഥമായിട്ട് മാറും. സ്ട്രക്ചറിൽ എന്താവും? ജസ്മ വരും. ജസ്മ വരുമ്പോൾ അവസാനം നൊമ്പുള്ളതിനൊക്കെ കളയും, അവസാനം നൂനുള്ളതിനൊക്കെയും കളയും. ഈ രണ്ടെണ്ണത്തിലൊഴികെ അല്ലെ? രണ്ടെണ്ണം ഏതൊക്കെയാണ്? ജമ്മ മുഅന്നസിന്റെ രണ്ടെണ്ണം ഉണ്ട്, ഹുന്ന ആൻഡ് അൻതുന്ന. ഇത് രണ്ടും വരുന്ന സ്ഥലങ്ങളിൽ ഒഴികെയുള്ളതൊക്കെ നമ്മൾ എന്ത് കളയും? നൂനെ കളയും. ഇപ്പൊ ലം യുഫ്അൽ, ലം യുഫ്അല, ലം യുഫ്അലു, ലം തുഫ്അൽ, ലം തുഫ്അല, ലം യുഫ്അൽന, ലം തുഫ്അൽ, ലം തുഫ്അല, ലം തുഫ്അലു, ലം തുഫ്അലി, ലം തുഫ്അല, ലം തുഫ്അൽന, ലം ഉഫ്അൽ, ലം നുഫ്അൽ എന്ന് സർഫാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ അതിന്റെ വർക്കും കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. ലം യുക്തബ്, ലം യുൻസർ, ഇതൊക്കെ ഒരു ലമീർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെങ്ങനെയായിരിക്കും വരാന്ന് സർഫാക്കിയിട്ട് കണ്ടെത്താനുള്ളതാണ്. അപ്പൊ ലം യുക്തബ് എന്നതിന്റെ അർത്ഥം എന്താ വരിക? ലം യുക്തബിനോട് ഈക്വൽ ആയിട്ട് മാ കുത്തിബ എന്നാ വരിക അല്ലെ? അപ്പൊ മാ കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടില്ല. ലം യുക്തബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടില്ല. ഇപ്പൊ മാറൂഫിന്റെയും മജൂലിന്റെയും വ്യത്യാസം നമുക്കറിയാം. മജൂല് ആളറിയില്ല, ചെയ്ത ആളറിയില്ല. ചെയ്യപ്പെട്ട ഒരു എന്തിൻ്റെയോ മേലെ ഒരു കാര്യം ചെയ്യപ്പെട്ടു, അതാണ് നമുക്കറിയാം. ഇപ്പൊ കുത്തിബ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പുസ്തകം എഴുതി, പുസ്തകം എഴുതപ്പെട്ടു, ആരാണ് എഴുതിയെന്ന് അറിയില്ല. എഴുതിയ സാധനം നമ്മളെ മുമ്പിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് പറയും? കുത്തിബ, എഴുതപ്പെട്ടു. ഇനി എഴുതപ്പെട്ടിട്ടില്ല, അങ്ങനെയാണെങ്കിൽ മാ കുത്തിബ എന്ന് വരും. ഓക്കെ, ഇനി ഒരാൾക്ക് അടുത്ത കണ്ടോ? ലം യുൻസർ, സഹായിക്കപ്പെട്ടില്ല. ഒരാള് വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അപകടത്തിൽ പെട്ടു. അപ്പൊ അയാളെ പറ്റിയിട്ട് എന്താ പറയാ? ലം യുൻസർ, അയാൾ സഹായിക്കപ്പെട്ടിട്ടില്ല, അയാൾ ആരും സഹായിച്ചില്ല എന്ന് പറഞ്ഞതിനാണ് എന്താ പറയാ? ലം യുൻസർ എന്ന് പറയാ. അയാൾക്കൊരു സഹായം കിട്ടിയില്ല, അയാൾ സഹായിക്കപ്പെട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ലം യുൻസർ പ്ലസ് അൻതുന്ന എന്ത് വന്നു? ലം തുൻസർന എന്ന് വന്നു. ലം തുൻസർന എന്ന് വന്നു. അപ്പോ അതിന്റെ മാദിയിൽ അതിനോട് ഈക്വൽ ആയ സംഭവം എന്തായിരിക്കും? മാ നുസിറന്റെ സർഫുകൾ ഉണ്ടല്ലോ. അപ്പൊ അതില് ലം തുൻസർന എന്നതിനോട് ഈക്വൽ ആയ സർഫ് എന്തായിരിക്കും?
മാ നുസിർത്തുന്ന എന്നതായിരിക്കും. അത് സർഫാക്കുമ്പോൾ കിട്ടും മാനുസിറ മാനുസിറ മാനുസിറു മാനുസിറത്ത് മാനുസിറത്ത മാനുസിർന മാനുസിർത്ത മാനുസിർത്തുമ മാനുസിർത്തും മാനുസിർത്തി മാനുസിർത്തുമ മാനുസിർത്തുന്ന മാനുസിർത്തു മാനുസിർന എന്ന് സർഫാക്കുമ്പോൾ കിട്ടും. ഓക്കെ, ക്ലിയർ. ഇനി ലം യു ഉമർ നോക്കാം. ഇതൊക്കെ ഇതേപോലെ പ്ലസ് അൻതും പ്ലസ് ഹും ളമീറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ലം യു ഉമർ ഹോംവർക്കാണ്. ലം യുംനഹ്, ലം യുക്ബൽ, ലം യുൻസബ്, ലം യുദ്ലം, ലം യുബ്തശ്, ലം യുസ്അൽ, ലം യുത്രക്, ലം യുഖ്ദം, ലം യുർഹം, ലം യുംന, ലം യുക്ഷഫ്. ഓക്കെ, അതാണ്. ലാപ്പിൽ ചാർജ് കഴിഞ്ഞു, ഓഫ് ആവാൻ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. പിന്നെ സ്പോക്കൺ അറബിൻ്റെ ചില കാര്യങ്ങളും കൂടി പറയണമെന്ന് വിചാരിച്ചിരുന്നു. എത്ര നേരം ഇതിൽ ചാർജ് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ പേഴ്സണൽ പ്രോനൗണ് ഇത് കണ്ടില്ലേ, അന അന. അപ്പോൾ ഇന്ന് ലമ്മിനെ പറ്റിയാണ്, ലം യുഫലിനെ പറ്റിയാണ് നമ്മൾ സർഫിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ടെക്സ്റ്റും ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് പഠിക്കുക അതിൽ എങ്ങനെയാണ് അറബി ഭാഷനെ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന്. ഇത് കുറച്ചുകൂടി പഠിക്കാൻ ഫ്രണ്ട്ലി ആയ ചിത്രമൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റൈലാണ്. ഓക്കെ, ഇത് കണ്ടോ, അപ്പോൾ ആണായാലും പെണ്ണായാലും അന നമ്മൾ പഠിച്ച കാര്യങ്ങളാ, ഹുവ ഹുമാ ഹും അത് പറഞ്ഞില്ലേ. ഇപ്പോൾ രണ്ടാളും സ്വന്തത്തിനെ പറ്റി അന എന്നാ പറയാ. എന്നിട്ട് ഇയാളിപ്പോ ആ പെണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ ഹിയ എന്നാ പറയാ, അവൾ. ഇതാ അടുത്തല്ല കേട്ടോ, ദൂരെയാണ്. അപ്പോൾ സ്ഥലത്തില്ലാത്ത പെണ്ണിനെ പറ്റി എന്ത് പറയും, ഹിയ എന്ന് പറയും. ഇനി ഈ പെണ്ണ് സ്ഥലത്തില്ലാത്ത ജോലി സ്ഥലത്തുള്ള പുതിയാപ്പിളിനെ പറ്റിയിട്ട് കത്തരി അറബിനെ പറ്റിയിട്ട് എന്ത് പറയും, ഹുവ എന്ന് പറയും. ഓക്കെ, ഇത് കണ്ടോ, ഇവർ ഒരേ സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഉസ്താദാണ്, മറ്റേത് ശിഷ്യന്മാരാണ്. അപ്പൊ അൻതും എന്ന് പറഞ്ഞു, അൻതും നിങ്ങൾ കുറെ ആൾക്കാരാണ്. ഇനി ഇത് കണ്ടോ, ജോലി സ്ഥലത്തുള്ള രണ്ട് അറബികളാണ്. ഇത് ബോസ്, ഇതവിടെ പണിയെടുക്കുന്ന ആള്. അപ്പൊ അൻത അൻതി എന്നാ പറയാ. ആണിനോട് പറയുകയാണെങ്കിൽ അൻത നീ എന്നാ പറയാ, പെണ്ണിനോട് പറയുകയാണെങ്കിൽ അൻതി എന്നാ പറയാ. ഓക്കെ, ഇനി ഇത് കണ്ടോ, ഇവര് കുട്ടികളൊക്കെ അറബി കുട്ടികളൊക്കെ വീട്ടിലാണ്. ഇപ്പൊ വാപ്പ പള്ളിയിൽ പോയപ്പോ എവിടെ ചോദിച്ചപ്പോ ഹും, അവരെ പറ്റി പറയാൻ എന്താണ്, ഹും എന്നാ പറയാ, അവർ. ഓക്കെ, ചിത്രം നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് LMS അപ്ലോഡ് ചെയ്യാം. കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ തോന്നുന്നുണ്ട്. ഓക്കെ.